നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായിരിക്കുന്നു. മെയ് 4 വരെ കാത്തിരിക്കണം ഫലം അറിയാൻ. പക്ഷേ വോട്ടെടുപ്പ് പൂർത്തിയായി 6 മണി കഴിഞ്ഞപ്പോൾ കേരളത്തിലാകമാനം UDF തരംഗം ആഞ്ഞടിച്ചു എന്ന മട്ടിലാണ് UDFന്റെ നേതാക്കളും അല്ലെങ്കിൽ അവരുടെ സൈബർ ഹാൻഡിലുകളുമെല്ലാം പ്രചരിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് അവർക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. ലെഫ്റ്റ് ഹാൻഡിലുകൾ നേതാക്കൾ ഞങ്ങൾ തോറ്റുപോകുമോ എന്ന ഒരു ബോഡി ലാംഗ്വേജിലേക്ക് മാറുന്നതും കണ്ടു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പൂർത്തിയായതിനു ശേഷം മാത്രം സവിശേഷമായി രൂപപ്പെട്ട ഈ അമിതമായ ആത്മവിശ്വാസത്തിന് 100+ എന്നുള്ളത് VD സതീശൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നുവെങ്കിൽ 100+ എന്നോ അല്ലെങ്കിൽ 100ൻ്റെ അടുത്ത് എന്നൊക്കെ ഏതാണ്ട് എല്ലാവരും UDFന്റെ ഭാഗമായവർ പറഞ്ഞു തുടങ്ങി വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഈ വോട്ടിങ്ങിൽ പ്രത്യേകമായി എന്തെങ്കിലും സംഗതി ദൃശ്യമായിരുന്നോ? ആളുകൾ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനമുണ്ടായി, വോട്ടുണ്ടായോ? 2021 കൂടുതൽ ആളുകൾ 2026 വന്ന് പോൾ ചെയ്തോ? ഇല്ലല്ലോ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് UDFന് അനുകൂലമായ ഒരു തരംഗം നാട്ടിലാകമാനം വന്നുവെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്? ഒരു ന്യായം അതിനകത്ത് പറയാൻ കഴിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള UDF അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടായി, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തുടർച്ച ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി എന്ന് പറയാം. പക്ഷേ ഈ 6 മണിക്ക് മുൻപ് വരെ പറയാതിരുന്ന ഈ സവിശേഷമായ ഈ ആത്മവിശ്വാസം 6 മണിക്ക് ശേഷം രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ആളുകൾ ഒരൊറ്റ കോസിനെ മുൻനിർത്തി, ഒരൊറ്റ വിഷയത്തെ മുൻനിർത്തി ഒരുമിച്ച് വോട്ട് ചെയ്യുകയാണോ ഉണ്ടായത്? അതോ ഇപ്പോഴും ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ റീജിയനിലെയും സാഹചര്യം സങ്കീർണമാണോ, വിഭിന്നമാണോ? അതിൽ തന്നെ 60 സീറ്റിൽ കൂടുതൽ നേടാനേ പോകുന്നില്ല UDF എന്ന് പ്രഖ്യാപിക്കുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. BJP ചില മണ്ഡലങ്ങളിൽ വിജയം തന്നെയും പ്രതീക്ഷിക്കുന്നുണ്ട്, നമുക്കറിയാമത്. പക്ഷേ എല്ലായിടത്തും അവർ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ സംഭവിച്ചത് എന്തായിരിക്കും? നമുക്ക് ഓർമ്മയുണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷാബു പ്രസാദ് അടക്കമുള്ള സംഘ് പരിവാർ സൈദ്ധാന്തികർ അല്ലെങ്കിൽ പ്രോ സംഘ് പരിവാർ സഹയാത്രികർ ഇവരൊക്കെയും ലെഫ്റ്റിനെ വിജയിപ്പിക്കാൻ എന്ന മട്ടിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വോട്ട് ചെയ്യണം എന്ന നിലപാട് സ്വീകരിച്ചവരാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏരിയ എന്തായിരിക്കും? അതിനെ തടയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു മെക്കാനിസം കോൺഗ്രസിന് സത്യത്തിലുണ്ടായിരുന്നോ? ഇതിന് പല ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ ഘടകത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണോ വിരുദ്ധ വികാരം എന്നതിൽ മാത്രം ചുറ്റിപ്പറ്റി വോട്ട് ചെയ്യപ്പെട്ടു എന്നതിന് നമ്മുടെ മുമ്പിൽ എന്താണ് തെളിവ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ നിജേഷ് അരവിന്ദ് കോൺഗ്രസിൽ നിന്ന്, CM ജയചന്ദ്രൻ ഇടതു നിരീക്ഷകൻ, ജോർജ് പൊടിപാറ മാധ്യമപ്രവർത്തകൻ, ഷാബു പ്രസാദ് എന്നിവരാണ്. ആദ്യം ഷാബു, ഈ കോൺഗ്രസ് തോൽക്കണം, ഇത്തവണ കൂടി LDF വരണം എന്ന് അഭിപ്രായപ്പെടുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് വോട്ടെടുപ്പ് കഴിയുമ്പോഴുള്ള റീഡിംഗ് എന്താണ്? പക്ഷേ അത് ആദ്യം പറയട്ടെ, ഈ ആഹ്വാനിക്കാനൊന്നും മാത്രമുള്ള വലിപ്പമൊന്നും എനിക്കില്ല. അഭിപ്രായം പറയാം, ആഗ്രഹങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. അതായത് സത്യത്തിൽ കോൺഗ്രസ് തോൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണത്, ഒരാഗ്രഹമാണത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം എൻ്റെ ഒരു രാഷ്ട്രീയ ചൈവ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കോൺഗ്രസ് സ്ഥിരമായി ഒരു 2-3 തവണ തുടർച്ചയായി പരാജയപ്പെട്ടിടത്തും ഇടതുപക്ഷം CPM തുടർച്ചയായി വിജയിച്ച ഇടങ്ങളിലും ഈ 2 പാർട്ടികളും ഇല്ലാതായ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ബംഗാളായാലും ശരി, ത്രിപുരയായാലും ശരി, UP ആയാലും ശരി, ബീഹാർ ആയാലും ശരി, ഒറീസ ആയാലും ശരി, ഇത് രണ്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നല്ല വ്യക്തമായ ഡേറ്റയാണ്, ചരിത്രമാണ്. ഈ 2 ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ആഗ്രഹത്തിൽ നിന്നാണ് ഇത്തവണ കൂടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ആ തുടർഭരണം തന്നെ അവരെ ഇല്ലാതാക്കിക്കൊള്ളും. തുടർഭരണം പ്രസക്തി നഷ്ടപ്പെട്ട കോൺഗ്രസ് അവിടെയും ഇല്ലാതായിക്കൊള്ളും. പിന്നെയുള്ള ഒരു പൊളിറ്റിക്കൽ വാക്വമാണ്. ആ വാക്വത്തിൽ BJPക്ക് കയറാം, BJPക്ക് വളരാം എന്നുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യവുമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. എൻ്റെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പം താങ്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം മുൻ DGP സെൻകുമാറിനെ പോലുള്ള ആളുകൾ ആ അഭിപ്രായത്തിൻ്റെ വക്താക്കളാണ്. ആ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കില്ലോ, അഭിപ്രായമുള്ള ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. അതൊരു കീ ഫാക്ടറായി പ്രവർത്തിക്കുകയും ഈ ഭരണവിരുദ്ധ വികാരം ഒന്ന് അതുമാത്രം പ്രവർത്തിക്കുന്നു, അതിലൂടെ 100 സീറ്റ് എന്നൊക്കെയുള്ള UDFന്റെ ഈ അതിമോഹമാണോ? അതിനിടയിൽ ഇങ്ങനെ ഒരു സംഗതി പ്രവർത്തിച്ചിട്ടുണ്ട്, അത് UDFനെ ബ്ലോക്ക് ചെയ്യും എന്ന് ഇപ്പോഴും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുക. അല്ല, ഞാൻ അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിപ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്നുള്ളൊരു അതേ ചിന്താഗതി പങ്കുവെക്കുന്നവരും ധാരാളമുണ്ട്. അത് BJPയുടെ ഒരു ഔദ്യോഗികമായിട്ട് BJP അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അതിനുള്ള സാധ്യതയില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയില്ല. പിന്നെ മറ്റൊന്ന്,
ഇവിടെ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യം ശരിയാണ്. ഈ ഭരണത്തിനോടുള്ള ഒരു അതൃപ്തി പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്. 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചു. പിന്നെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളും അവരുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരത്തിനെ വേണ്ട രീതിയിൽ മുതലെടുക്കാനും അതിനെ വോട്ടാക്കി മാറ്റാനും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണത്. ഇനി നോക്ക്, നമ്മൾ ഈ കേരളത്തിലെ ഇലക്ഷൻ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 82-ന് ശേഷമാണ് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുള്ളൂ. 57 മുതൽ 82 വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരേ ഒരു സർക്കാർ മാത്രമേ 5 വർഷം പൂർത്തീകരിച്ചിട്ടുള്ളൂ, അച്യുതമേനോൻ സർക്കാർ. 77-ൽ UDF-ന് കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം കിട്ടി ചരിത്രത്തിൽ. എന്നിട്ട് പോലും 77 മുതൽ 82 വരെ കേരളത്തിൽ 6 മുഖ്യമന്ത്രിമാരുണ്ടായി. ആലോചിച്ച് നോക്കണം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 82-ന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു വ്യക്തമായ വിരുദ്ധ വികാരത്തിൻ്റെ സപ്പോർട്ടോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുള്ളത് ഒരൊറ്റ തവണയാണ്, 2001-ലെ തെരഞ്ഞെടുപ്പിൽ. അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ക്ലീൻ സ്വീപ്പായിരുന്നു. അത് കൃത്യമായ കോൺഗ്രസ്സിന് നല്ല ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നു. അത് കരുണാകരനും ആൻ്റണിയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ അവരുടെ നേതൃത്വം വളരെ നിർണായകമായിരുന്നു. LDF-നാണെങ്കിൽ ഈ അന്ന് അച്യുതാനന്ദനും നയനാരും തമ്മിലുള്ള ആ പടലപ്പിണക്കങ്ങളുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഭരണവും മോശമായിരുന്നു, എല്ലാം കൂടെ ആയിരുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിൻ്റെ റിസൾട്ടിനെ ഞാൻ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തോന്നുന്നത് 2011-ലെ തെരഞ്ഞെടുപ്പാണത്. 2011-ൽ ഇതേപോലെ തന്നെ ഈ അന്ന് 2010 നവംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് UDF-ന് വലിയ വിജയമുണ്ടായി, ഇപ്പോഴത്തെ പോലെ തന്നെ. ആ പാറ്റേണിൽ നോക്കുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷം 2011 6 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പ് കിട്ടേണ്ടതാണ്. പക്ഷേ കഷ്ടിച്ച് ഉരുണ്ടപ്പുറത്ത് വീഴുകയായിരുന്നു 72 സീറ്റുകളുമായിട്ട് കോൺഗ്രസ്. 72 കഷ്ടിച്ച് ജയിക്കുകയായിരുന്നു. അത് ഒരു കാര്യം ഉണ്ടായിരുന്നു, LDF-ൽ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ചേരിപ്പോരിൻ്റെ ഒക്കെ സമയത്തുമാണത്. എന്നാൽ ഇത്തവണ ഇവിടെയും ഏതാണ്ട് സമാനമായൊരവസ്ഥയാണത്. അന്ന് BJP-ക്ക് ഉണ്ടായിരുന്നത് 11% വോട്ടാണ്. ഇന്ന് BJP-ക്ക് നമ്മുടെ പ്രസൻറ്റ് ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 17% വോട്ടുണ്ട്. അതുമാത്രമല്ല, അന്ന് UDF വിജയിച്ച കുറേ മണ്ഡലങ്ങൾ BJP-യുടെ വിജയിക്കുകയും കൂടെ ആ രീതിയിലും കൂടി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത ഈ 2 മുന്നണികൾക്കും ഒരു 65-67 സീറ്റും BJP-ക്ക് ഒരു 4-5 സീറ്റുകളിലും ഉള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇവിടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, അതിന് സാധ്യതയുള്ളത് ഒരു ഹങ് അസംബ്ലിയാണ്. കേരളത്തിൽ വീണ്ടും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി 77-ന് ശേഷം 82-ന് മുമ്പുള്ള ആ ഒരവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ. അതിൻ്റെ അകത്ത് എൻ്റെ രാഷ്ട്രീയമായ ആഗ്രഹങ്ങളുണ്ടാകാം, എങ്കിലും ഡേറ്റ വെച്ചുള്ള അനാലിസിസ് കൊണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരി, നിജേഷ് അരവിന്ദ് കേക്കു, കഴിഞ്ഞ ദിവസം വോട്ടിംഗ് പൂർത്തിയായി 6 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 100 സീറ്റിലേക്ക് പോവുകയാണെന്ന് നിങ്ങളെല്ലാവരും കൂടി പറയുകയാണ്. നിങ്ങളെല്ലാവരും കൂടി പറയുകയാണെന്നുള്ള പ്രത്യേകതയുണ്ട് 6 മണിക്ക് ശേഷം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അല്ല, ഞങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ 9-ാം തീയതി വൈകുന്നേരത്തേക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. നമ്മൾക്കറിയാം, ഈ ഭരണം 21-ൽ വന്നതിന് ശേഷം കോൺഗ്രസിനും പ്രത്യേക ഐക്യ ജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പുകളോട് കാണിച്ച ചില സമീപനങ്ങളുണ്ട്. അത് നമുക്ക് തൃക്കാക്കരയിലാണത് ആരംഭിച്ചത്. തൃക്കാക്കര മുതൽ ഒരു ടീം UDF വർക്ക് ചെയ്തു. അതിനുശേഷം പുതുപ്പള്ളിയിൽ വന്നു. അതിനുശേഷം 2 ബൈ ഇലക്ഷൻ ഒരുമിച്ച് വന്ന പാലക്കാടും നമ്മുടെ ഇവിടെയും വന്നു, ചേലക്കരയിലും വന്നു. അതിനിടയ്ക്ക് ലോക്സഭാ ഇലക്ഷൻ വന്നു. അവസാനം നിലമ്പൂർ ഇലക്ഷൻ വന്നു. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുടെ ലീഡർ ശ്രീ VD സതീശൻ പറഞ്ഞ അല്ലെങ്കിൽ മുന്നണിക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 4 കോർപ്പറേഷൻ ഡെഫിനറ്റ് ആയിട്ട് പിടിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. നമ്മൾക്കറിയാമല്ലോ, കൊല്ലം കോർപ്പറേഷൻ, മറ്റതൊക്കെ വിട്ടേക്കാം, കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിലെന്തെങ്കിലും ചില കണക്കുകൾ വേണ്ടേ? കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ ചരിത്രത്തിൽ ആദ്യമായി 7 ജില്ലാ പഞ്ചായത്തുകൾ, ചിലപ്പോൾ അതിൻ്റെ മുകളിലും കിട്ടും എന്ന് പറഞ്ഞു. നമുക്ക് നിസ്സാരമായ വോട്ടുകൾക്കാണ് 1-2 ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരവും കാസർഗോഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മൾ അവിടെ എത്തി. മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ ഒരിക്കലും ചരിത്രത്തിൽ എത്താത്ത ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് നമ്മൾ എത്തി, മുനിസിപ്പാലിറ്റികളെത്തി, കോർപ്പറേഷൻ എത്തി എന്ന് പറഞ്ഞാൽ അത് ഒരു നീണ്ട കാലത്തെ യാത്രയുടെ സെമി ഫൈനൽ അവസാനത്തെ പോരാട്ടമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പിന്നീട് അതിനോട് ചേർത്ത് വെക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്കറിയാം. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നയവ്യതിയാനം, PM ശ്രീ ഒപ്പുവെക്കലും നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന സമീപനങ്ങളും കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും CPMന് വോട്ട് ചെയ്ത CPM പിണറായി വിജയനെ ഒരല്പം രക്ഷകനായി കണ്ട ഒരുപാട് സമൂഹത്തിന്റെ ആളുകൾ മാറ്റി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. മധ്യ കേരളത്തിനകത്ത് മറ്റൊരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്തു. കേരളത്തെ തെക്കോട്ട് ഉണ്ടായി. പിന്നെ നമ്മളൊക്കെ പറയേണ്ടത് ഏത് കാലത്തും കോൺഗ്രസ് UDF മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിന് സപ്പോർട്ട് കിട്ടിയ ഒരു ഘടകം CPMനകത്തുള്ള ചില പ്രശ്നങ്ങളായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ MV രാഘവൻ പാർട്ടി വിട്ട് CMP ഉണ്ടാക്കിയ കാലത്താണ് UDFന് വലിയ തോതിൽ ഒരു സപ്പോർട്ട് കിട്ടിയത്. പിന്നീട് KR ഗൗരിയമ്മ 96 കാലഘട്ടത്തിൽ KR ഗൗരിയമ്മ ജനാധിപത്യ സംരക്ഷണ സമിതി ഉണ്ടാക്കിയപ്പോഴാണ് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. സമാനമായ ഒരു സാഹചര്യം നിങ്ങൾ എത്ര കണ്ടിട്ടില്ലെങ്കിലും കണ്ണൂർ CPMന്റെ ശക്തി കേന്ദ്രത്തിനകത്ത് കണ്ണൂരിൽ CPMനകത്തുള്ള പ്രശ്നങ്ങൾ, രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് 2 സ്ഥാനാർത്ഥികൾ CPMന്റെ ഇന്നലെ വരെ CPMനെ നയിച്ച 2 സ്ഥാനാർത്ഥികൾ ഇന്ന് UDFന്റെ സ്ഥാനാർത്ഥികളാണ്. അവിടെയുള്ള ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും പെട്ട ആളുകളൊക്കെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിച്ച പശ്ചാത്തലം അവർക്കുണ്ട്. നേരെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്കകത്ത് നേരത്തെ ഗൗരിയമ്മയുടെ ജനാധിപത്യ സംരക്ഷണ സമിതി ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും ആലപ്പുഴയ്ക്കകത്ത് ഇന്നും CPMന്റെ കോൺഫിഡൻസ് പോലും നഷ്ടപ്പെട്ടു. അമ്പലപ്പുഴയിൽ G. സുധാകരൻ ജയിക്കുമെന്ന് പറയുന്നത് G. സുധാകരൻ നിൽക്കുന്നതല്ല, ആലപ്പുഴയുടെ ചുറ്റുമുള്ള മണ്ഡലങ്ങൾക്കകത്ത് വരുന്നു. പാലക്കാട്ട് CPMന്റെ വിഭാഗീയത പലപ്പോഴും മുണ്ടൂരിലെ നേരത്തെ വിഭാഗീയത താഴ്ത്തി, ഷൊർണൂരിലെ വിഭാഗീയതയൊക്കെ താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. എങ്കിലും പാലക്കാട് ജില്ലയ്ക്കകത്തുള്ള വിഭാഗീയത അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ പക്ഷേ നിജേഷ്, ഇതൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. CPMനകത്ത് നാളിലിറങ്ങി പോകുന്നുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്, ഭരണവിരുദ്ധത ഉണ്ടെന്നൊക്കെ. പക്ഷെ അപ്പോഴും ഈ 6 മണിക്ക് ശേഷം പോളിംഗിന്റെ മൊത്തത്തിലൊരു മൂഡ് കണ്ടിട്ട് ഇതാ UDF വരാൻ പോകുന്നു എന്ന മട്ടിൽ പറയുന്നതിന് ഈ പോളിംഗിനകത്തും നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഒരു സൂചന കിട്ടിയെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമെന്ന് ചോദിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ട് ബൂത്തുകളിലൂടെ ശ്രീ MK രാഘവൻ MP ബൂത്തിൽ പോകാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കോഴിക്കോട് നിന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച് ഏകദേശം എലത്തൂർ എത്തുമ്പോഴേക്കും ആ ട്രെൻഡ് നമ്മൾക്ക് അറിയാമായിരുന്നു. കൂട്ടമായി ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്ന ട്രെൻഡ്, സമാനമായ ട്രെൻഡായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതേ ട്രെൻഡ് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാം. ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരുന്നു ബൂത്തുകളിൽ തിരക്കുണ്ടായത്. ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ തിരക്ക് അവർ വളരെ ഡിറ്റർമിനേഷനോട് കൂടി വന്ന് വോട്ട് ചെയ്താണ്. ഞങ്ങൾക്കറിയാം, അത് ബൂത്തിൽ ഞങ്ങൾക്കറിയാം. ആ വന്ന് വോട്ട് ചെയ്യാൻ ഞങ്ങളുടെ തന്നെ അലസത പല തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഫേസ് ചെയ്ത ആളുകളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടും ഞങ്ങളുടെ അനുഭാവികളായ വോട്ടർമാരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്താണ്. പ്രത്യേകിച്ചും കോഴിക്കോട് പോലെയുള്ള ജില്ലകൾക്കകത്ത് ഞങ്ങൾക്ക് ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് UDF പോയിരുന്നു, അതിൽ തന്നെ കോൺഗ്രസ് പോയിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ഒരിക്കലും സാധ്യത കൽപ്പിക്കാത്ത സീറ്റിനകത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സീറ്റിനകത്ത്, തൃക്കരിപ്പൂരും ഉദുമയ്ക്കകത്ത്, മട്ടന്നൂർ സീറ്റിനകത്ത്, തളിപ്പറമ്പിനകത്തൊക്കെ സാധ്യതകൾ കൽപ്പിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ റൂറൽ മണ്ഡലങ്ങൾക്കകത്തേക്ക്, ആലപ്പുഴയ്ക്കകത്ത്, ഈ കൊല്ലത്ത് ഒരു മോശമല്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു സീറ്റെങ്കിലും അധികം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മധ്യ കേരളത്തിനകത്ത് എറണാകുളത്തും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ മലയോര മേഖല ഇടുക്കിയിലുമൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, കോട്ടയം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം ഫീഡ്ബാക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുകയാണ്. അത് നമ്മൾ വാല്യൂ ചെയ്യുകയും വേണം. ഞാൻ വരാം. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഫീഡ്ബാക്കിനെ മുൻനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം 6 മണിക്ക് ശേഷം അവർ ഒരുമിച്ചിറങ്ങി ഞങ്ങളിതാ 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസവും പ്രസരിപ്പും ഒരു ഘടകം, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ആത്മവിശ്വാസം കെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് പുറത്തേക്ക് നോക്കിയാൽ UDFൻ്റെ ആളുകൾ ഭയങ്കര ആത്മവിശ്വാസ പ്രചോദിതരായി കാണുകയും LDFൻ്റെ നേതാക്കളും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഴുവൻ നമ്മൾക്കെന്തോ കുഴപ്പം പറ്റി എന്ന മട്ടിൽ നിൽക്കുകയും ചെയ്യുന്നത് കാണുകയാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ്?
എന്തോ കുഴപ്പം പറ്റി എന്ന മട്ടിൽ LDF-ന്റെ ആൾക്കാർ നിൽക്കുന്നത് കാണുകയും ചെയ്യുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ 2021 ഇലക്ഷന് ശേഷം ഏപ്രിൽ 6-നായിരുന്നല്ലോ 2021 തെരഞ്ഞെടുപ്പ്, മെയ് 2-നായിരുന്നു വോട്ടെണ്ണൽ. അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇതേപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ആരായിരുന്നു? UDF ആണോ LDF ആണോ എന്നൊന്നും ചിന്തിച്ചാൽ മാത്രം മതി, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഞാൻ പക്ഷേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാതെ മറ്റൊരു കാര്യം പറയാനാണ് താല്പര്യപ്പെടുന്നത് നിഷാദെ. ഇപ്പോ നിജേഷ് നിർത്തിയർത്തു തുടങ്ങാം. നിജേഷ് ഉദാഹരണം പറഞ്ഞത് കഴിഞ്ഞ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അതേ പാറ്റേൺ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്നു എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം, ഒരു ഒറ്റ ഉദാഹരണം മാത്രം പറയാം. മലപ്പുറം ജില്ല 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, തവനൂർ മണ്ഡലം, അവിടെ അബ്ദുൽ സമദ് സവാദിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം 18,000 വോട്ട് തവനൂര്. അത് കഴിഞ്ഞ് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതേ മണ്ഡലം തവനൂർ, അവിടെ UDF-ന് കിട്ടുന്ന ഭൂരിപക്ഷം 9,000 വോട്ട്. സമാനമാണ് അവസ്ഥ. ഇപ്പോ അവിടെ വീണ്ടും ഇലക്ഷൻ കഴിയുകയും ചെയ്തല്ലോ, ഡോക്ടർ ജലീൽ തന്നെ മത്സരിക്കുകയും ചെയ്തു. അതിന്റെ റിസൾട്ട് എനിക്ക് സംശയമൊന്നുമില്ല, ജലീൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ. അതവിടെ നിൽക്കട്ടെ. അത് ഒരു ഘടകം. പിന്നെ താങ്കളുടെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് നേരെ വരികയാണെങ്കിൽ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് CPIയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടിയത്. ഞാൻ അത് ചില നേതാക്കളോട് സംസാരിച്ചിരുന്നു, അവരുടെ എന്താണ് പെർസെപ്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നോട് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞ ഉത്തരം 90 സീറ്റ്, 90+ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ 90 നിൽക്കുകയാണ്. ശരി, 90 സീറ്റ് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ഞാൻ പല മാധ്യമങ്ങളും പല ചാനലുകളും സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒല്ലൂരിൽ K രാജൻ, ചടയമംഗലത്ത് ചിഞ്ചുറാണി, രണ്ടുപേരും ജയിക്കുന്ന പട്ടികയിലില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പ്രശ്നം എന്താണ് കേട്ടത്? അപ്പോൾ അവർ പറയുകയായിരുന്നു, ഞങ്ങള് ഉച്ചകഴിഞ്ഞാണ് എക്സിക്യൂട്ടീവ് കൂടുന്നത്, അപ്പോൾ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ഫലിതം പോലും ആസ്വദിക്കുകയായിരുന്നു ഈ സ്ക്രോൾ ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ഇങ്ങനത്തെ സംഭവം ഞങ്ങളാരും ചർച്ച ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഞാൻ ചർച്ച ചെയ്ത മാധ്യമ വിശാരദങ്ങൾ ആരൊക്കെ ഉണ്ടെങ്കിലും അവരത് വ്യക്തമാക്കട്ടെ. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് മുമ്പ് DC ഉണ്ടാവില്ലേ? അല്ല, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ് അവരുടെ. അതിനു മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റി യോഗം, അത് സ്റ്റേറ്റ് കൗൺസിലേക്ക് വരുന്ന മുമ്പേ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോ മാധ്യമ വാർത്തകളെ ഞാൻ പൂർണ്ണമായിട്ട് അതിനെ പിന്തുണയ്ക്കല്ല, DC റിപ്പോർട്ടാണല്ലോ ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഡിസ്കസ് ചെയ്യുക. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാളെ CPIM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നുണ്ട്. ഇതുപോലെ നമ്മള് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യും. നാളെ CPIM സെക്രട്ടേറിയറ്റ് ആണ്. അതുപോലെ തന്നെയാണ് CPIയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗവും. അതേ പ്രാധാന്യമുണ്ട് നിഷാദെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ആ പ്രാധാന്യത്തോടുകൂടി തന്നെ ഞാൻ പറയുകയാണ്, അവർ കാണുന്നത് അങ്ങനെയാണ്. അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്, വ്യക്തമായ കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്തത് വിശദീകരിക്കാൻ സമയക്കുറവുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ജയചന്ദ്രൻ, അപ്പുറത്തെ ആത്മവിശ്വാസം പോലെ തന്നെ ഇപ്പുറത്തെ ആത്മവിശ്വാസത്തിനും പഴുതുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റ് വരെ ജയിക്കാം എന്ന് CPIM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയും അത് പുറത്തു പറയുകയും ചെയ്തല്ലോ. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന സംഗതി വെറുതെ ഈ വായുവിൽ എഴുതി പറയുന്ന ആത്മവിശ്വാസത്തിന്, വായുവിൽ എഴുതാൻ വെച്ചാൽ പാർട്ടിക്ക് കണക്കൂട്ടാൻ മെക്കാനിസം ഇല്ല എന്നുള്ളതല്ല, ഈ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കുന്ന 90+ എന്നൊക്കെ പറഞ്ഞാൽ അത് ആത്മവിശ്വാസമാണോ, കണക്കാണോ, റിയലിസ്റ്റിക് ആണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അത് സ്പെക്കുലേഷന്റെ പ്രശ്നമുണ്ട്. സ്പെക്കുലേഷനിൽ എപ്പോഴും ഒരു ക്ലാരിറ്റി വേണമെന്നില്ലല്ലോ, അത് സ്പെക്കുലേഷൻ മാത്രമാണ്. അത് 3 മുന്നണിക്ക് അങ്ങനെ തന്നെയാണെന്നേ. നമ്മൾ അതിൻ്റെ അകത്ത് ആർക്കും ഒരളവും കൊടുക്കണ്ട, എല്ലാവർക്കും തുല്യ നിലയിൽ തന്നെ ആരോപിക്കാം സ്പെക്കുലേഷൻ എന്നുള്ള നിലയ്ക്ക്. ഇതൊക്കെ സ്പെക്കുലേഷൻ ആണ്. ഇവരുടെ കയ്യിൽ കണക്കൊന്നുമില്ല. അല്ലാതൊന്നും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് EVM-ൽ കിടക്കുകയാണ്. അത് എണ്ണുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ കഴിയൂ. അതുപോലെയുള്ള സ്പെക്കുലേഷൻ തന്നെയാണ്. ആ ഒരു മൂഡിൽ നിന്ന് തന്നെയാണ് നമ്മളും ചർച്ച നടത്തുന്നത്. അതല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ, അത്രേ സാധിക്കൂ. അപ്പൊ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അവരവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഓരോരോ കാര്യങ്ങളും ഇതളുകൾ കീറി പരിശോധിച്ച് ഇപ്പൊ നിജേഷ് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഭരണപക്ഷത്തിന് അവരുടേതായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ പിടിപാട് പറയാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാരണങ്ങളുണ്ടാകാം.
അതാ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അതിനെ കണ്ടാൽ മതി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് നമുക്ക് ചെയ്യാനും കഴിയും. അതുണ്ട് അവിടെ. അത് നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഓരോ ഓരോ വിഭാഗങ്ങളും അല്ലെങ്കിൽ ഓരോ മുന്നണിയും തരാതരം പോലെ കാര്യങ്ങൾ വിലയിരുത്തി പോകുന്ന സമീപനമാണല്ലോ മെയ് 4 സ്വീകരിക്കാൻ ഏത് തരത്തിലും ഏത് നിലയ്ക്കും ശ്രദ്ധതയുള്ളത്. ഇതിപ്പോ ഇന്ന് CPI പറഞ്ഞാലും നാളെ CPIM പറഞ്ഞാലും അതൊക്കെ അങ്ങനെ തന്നെ എല്ലാവർക്കും കാണാൻ കഴിയൂ. ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല, പൂർണ്ണമായിട്ടും തെറ്റുമല്ല എന്നുള്ള സമീപനമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ശരി ഞാൻ പറയാം. ജോർജ് പൊടിപ്പാറ, ഇപ്പം മീഡിയ റിപ്പോർട്ട്സ് എടുക്കുകയാണെങ്കിൽ പാർട്ടി കമ്മിറ്റികളെയും റിപ്പോർട്ട്സിനെയും കോട്ട് ചെയ്തുകൊണ്ട് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കളമശ്ശേരിയിൽ രാജീവ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് വാർത്തകൾ പറയുന്നു. അമ്പലപ്പുഴയിൽ പരാജയത്തിൻ്റെയും സാധ്യതകളുണ്ട് എന്ന് പാർട്ടി കോമ്രേഡ്സിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചിട്ട് മീഡിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. എന്നൊക്കെ വെച്ചാൽ ഈ പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡ് ഏരിയാസിൽ പരാജയപ്പെടുന്നു, വലിയ നേതാക്കൾ പരാജയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വേവിന് സാധ്യതയുണ്ട് എന്ന് ഈ VD സതീശൻ പ്രതീക്ഷിക്കുന്നവരുണ്ടെന്ന് കാണാമല്ലോ. അതിലല്ലാതെ അതിൻ്റെ മറുവശത്തിൻ്റെ സാധ്യത താങ്കൾ എത്ര കാണുന്നുണ്ട്? ഇവിടെ ഇപ്പോ എന്റെ സുഹൃത്ത് ജയചന്ദ്രൻ പറഞ്ഞത്, അതായത് CPIയുടെ സംസ്ഥാന കൗൺസിലിൽ അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. രാവിലെ മുതൽ തന്നെ 10 സീറ്റുകളിൽ, ഇപ്പൊ നിലവിൽ 17 സീറ്റുള്ള CPI 10 സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുന്നു. എന്നാൽ അവരുടെ ഒല്ലൂരടക്കം, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഒല്ലൂരടക്കമുള്ള മണ്ഡലങ്ങൾ, ഒല്ലൂരും അതുപോലെ മന്ത്രി ചിഞ്ചുറാണിയുടെ മണ്ഡലം അടക്കമുള്ള സ്ഥലത്ത് ഒക്കെ വലിയ ഇത് നേരിടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ, അതുപോലെ അതിനുശേഷം പിന്നെ CPM ജില്ലാ കമ്മിറ്റിയുടെ ആലപ്പുഴയിൽ നിന്നുള്ള, അതുപോലെ തന്നെ എറണാകുളത്തു നിന്നുള്ള, കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെയുള്ള രീതിയിൽ വാർത്തകൾ വ്യക്തമായിട്ട് വന്നു. അപ്പൊ ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം വ്യക്തമാണ്. അതായത് CPMന്റെ ആ വാർത്തകളെ വിശ്വസിക്കാമെങ്കിൽ ജില്ലാ കമ്മിറ്റികൾ കൊടുത്തിട്ടുള്ള, മണ്ഡലം കമ്മിറ്റികളിൽ കൊടുത്തിട്ടുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയിടത്തോളം സീറ്റുകൾ LDFന് കിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ മലബാറിൽ സീറ്റുകൾ കുറയും. പക്ഷെ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും സീറ്റുകളുടെ കാര്യമായ കുറവുണ്ടാവില്ല. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ 5 കിട്ടിയ സ്ഥാനത്ത് 6 സീറ്റ് വരെ കിട്ടും എന്ന് പറയുന്നു. ആലപ്പുഴയിൽ പക്ഷേ അമ്പലപ്പുഴ സീറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ സംശയമുണ്ട്. അത് എന്തായാലും കുട്ടനാടും കഴിഞ്ഞ തവണ 1 സീറ്റ് കിട്ടിയെടുത്ത് ഇത്തവണ കുട്ടനാടും ഹരിപ്പാടും ഉറപ്പായിട്ടും ജയിക്കും. അമ്പലപ്പുഴ ഏറെക്കുറെ CPMന്റെ കണക്ക് തന്നെ വെച്ച് ചെയ്താൽ അമ്പലപ്പുഴയും G. സുധാകരൻ ജയിക്കും എന്നുള്ള രീതിയിലാണ് ആ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കണക്കാക്കിയാൽ കോഴിക്കോട് ആ ജില്ലാ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ, ആ വാർത്ത ശരിയാണെങ്കിൽ, കോഴിക്കോട് ഓൾറെഡി കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 4 സീറ്റുകളിൽ, നാദാപുരം അടക്കം 4 സീറ്റുകളിൽ, കോഴിക്കോട് സൗത്ത് അടക്കം 4, വടകരയും പിന്നെ കഴിഞ്ഞ തവണ ജയിച്ച മറ്റേ സീറ്റും, അങ്ങനെ 4 സീറ്റുകളിൽ UDF ജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടായിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. അപ്പൊ കാസർഗോഡ് എന്ന് വന്ന വാർത്തയാണെങ്കിൽ അവിടെ കഷ്ടിച്ച 4900 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് VPP മുസ്തഫയ്ക്ക് സാധ്യതയുള്ളൂ. നേരെ മറിച്ച് ഉദുമയിൽ 1900 വോട്ടിന് പുറകിലാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 90ലേക്ക് എങ്ങനെ എത്തും? തൃശ്ശൂരിലാണെങ്കിലും അവർ ഇന്ന് കൊടുത്ത കണക്ക് വിശ്വസിക്കാമെങ്കിൽ അവിടെ 3 സീറ്റുകളിൽ UDF ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ജയിക്കും, അതുപോലെ തന്നെ ഇവിടെ വടക്കാഞ്ചേരി ജയിക്കും, പിന്നെ മണലൂരും ജയിക്കും എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ 1 എന്നുള്ളത് 3 ആയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ചാലക്കുടി സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിൽ ഏറെക്കുറെ UDFന് വിജയം ഉറപ്പിക്കാവുന്ന ആ സാഹചര്യമാണുള്ളത് കഴിഞ്ഞ തദ്ദേശ ഭരണത്തിൽ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ 90ന്റെ കണക്ക് എങ്ങനെയാണ് ശരിയാവുക? എല്ലാ ജില്ലകളിലും അവർക്ക് സീറ്റ് കുറവ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ 1 സീറ്റേ ഉള്ളൂ. അവിടെ ഒരു 4 സീറ്റെങ്കിലും UDFന് കിട്ടുമെന്നുള്ള നിലയ്ക്കാണ് വാർത്തകൾ വരുന്നത്. കൊല്ലത്ത് കഴിഞ്ഞ തവണ 2 സീറ്റേ ഉള്ളൂ. അതിലൊരു 4-5 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ 2 ഉള്ളത് 4 ഏറെക്കുറെ അവർ തന്നെ സമ്മതിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഈ 90ന്റെ കണക്കൊക്കെ ശരിയാവുന്നത്? അവിടെ നിന്നുള്ള കണക്ക് ഓരോ ജില്ലയെടുത്ത് പരിശോധിച്ചാൽ 70നും താഴെ പോകുന്ന കണക്കുകളാണല്ലോ ജില്ലാ തലത്തിൽ നിന്ന് കമ്മിറ്റികൾ കൊടുത്തതായിട്ട് പറയുന്ന കണക്കുകൾ ആകെ ഒന്ന് ടാലി ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിഷാദിന് തന്നെ കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഇവരെ ഉറപ്പിച്ച് നഷ്ടപ്പെടുമെന്ന് പറയുന്ന സീറ്റുകളുടെ എണ്ണം കണക്കാക്കിയാൽ ഈ പറയുന്ന 10-25 സീറ്റുകൾ അങ്ങനെ വരുന്നുണ്ട്. എല്ലാ ജില്ലകളിലും കുറയുകയാണ്. കൂടുന്ന ഒരു ജില്ലയും നമ്മൾ കാണുന്നില്ല. പാലക്കാടായാലും തൃശ്ശൂരായാലും മലപ്പുറം ആയാലും കോഴിക്കോടായാലും കണ്ണൂരായാലും എവിടെയും സീറ്റ് കൂടുന്നില്ല. കുറയുന്ന കണക്ക് മാത്രമേ പുറത്തു വരുന്നുള്ളൂ.
തൃശ്ശൂരിന് തെക്കോട്ടും അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 90-ന്റെ കണക്ക് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ കണക്ക് ശരിയാവുന്നത്? ഒരുപക്ഷെ UDF 100 സീറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഓവർ കോൺഫിഡൻസ് ആകാം, അതിലേക്ക് എത്തിയില്ലെന്ന് വരാം. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന LDF-ന്റേതായിട്ട് പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ LDF തന്നെ സ്വയം ഒരു 70 സീറ്റിന് താഴേക്ക് സ്വയം കണക്കൂട്ടുന്ന ഇതാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറഞ്ഞ രീതിയിലാണ് അവരുടെ എന്താ പറയുക, വളരെ ശക്തമായ മണ്ഡലങ്ങൾ, തൃക്കരിപ്പൂരും ഉദുമയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ പോലും വളരെ ഒരു ജയിക്കുമോ തോൽക്കുമോ എന്ന് ഉറപ്പിച്ച് പറയാനാവാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിഷാദെ, സ്വാഭാവികമായിട്ടും ഒരു തരംഗം, ന്യൂനപക്ഷ ഏകീകരണം നടന്നിരിക്കുന്നു എന്ന് തൃക്കരിപ്പൂരിന്റെ കാര്യത്തിൽ അവിടുത്തെ കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നു. ആ ന്യൂനപക്ഷ ഏകീകരണത്തിന്റെ പ്രശ്നം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്ന ഈ പറയുന്ന ഒരു തരംഗത്തിലേക്ക് നയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാത്ത 2021 തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലമായി സംഭവിച്ച ഒരു ഏകീകരണം, ഒരു ന്യൂനപക്ഷ ഏകീകരണം ഇക്കുറി UDF-ന് അനുകൂലമായിട്ട് സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? അതാണ് ജോർജ് പടിയുറപ്പ്, ന്യൂനപക്ഷ ഏകീകരണം അത് ലോജിക്കൽ പോയിന്റ് ആണ്. അത് തന്നെയായിരിക്കും ഇവരുടെ കോൺഫിഡൻസിന്റെ അടിസ്ഥാനവും. കാരണം ഇപ്പം PC ജോർജും അദ്ദേഹത്തിന്റെ മകനും സഭയെ ഇപ്പോൾ അധിക്ഷേപിക്കുന്നതിന്റെ കാരണവും കത്തോലിക്ക സഭ സഹായിച്ചില്ല എന്നതുകൊണ്ടാണ്, മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അന്ന് ജോസ് കെ മാണിയെ കൂട്ടിയതിലൂടെ ഒരു 3 ജില്ലകളില് UDF-ന്റെ ജാതകം തിരുത്തി കളഞ്ഞു. അതായത് കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിൽ 5-ൽ 5, ഇടുക്കിയിൽ 5-ൽ 4, കോട്ടയത്ത് 5-4 ഇതായിരുന്നില്ലേ. എറണാകുളത്ത് 5 സീറ്റ് പിടിച്ചു. സത്യം പറഞ്ഞാൽ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് UDF-ന്റെ അവരെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ അഷ്വർ ചെയ്യാൻ കഴിയുന്ന മധ്യ തിരുവിതാംകൂറിന്, അല്ലെങ്കിൽ ആ തിരുവിതാംകൂറിന്റെ ഈ ജോസ് കെ മാണിയുടെ പാർട്ടിയെ കൂടെ കൂട്ടുകയും അതുവഴി കത്തോലിക്ക സഭയുടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ, അല്ലെങ്കിൽ കത്തോലിക്ക വോട്ട്, അത് ന്യായമായ ഒരു വിചാരവുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ജോർജ് പടിപാറ, അതിന് ഇപ്പുറത്തും കൺസോളിഡേഷൻ ഒരിടത്ത് മാത്രം സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പുറത്ത് ആ കൺസോളിഡേഷൻ സംഭവിച്ചേക്കാമെന്ന് മനസ്സിലാക്കുന്ന CPIM അല്ലെങ്കിൽ ലെഫ്റ്റ് അഡ്വാൻസ് ചെയ്ത ഒരു സംഗതിയാണല്ലോ ഇപ്പുറത്തൊരു കൺസോളിഡേഷന് ശ്രമിക്കുക എന്നുള്ളത്. വെള്ളാപ്പള്ളി നടേശനോട് പോലും ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയാത്ത ഒരു അങ്ങേയറ്റം ഒരു എന്താണ് ഡിഫൻസ് സങ്കീർണമായ പൊസിഷനിൽ നിന്നുകൊണ്ട് അവർ വെള്ളാപ്പള്ളിയെ അക്കമഡേറ്റ് ചെയ്യുന്നത് ഇപ്പുറത്തൊരു കൺസോളിഡേഷൻ പ്രതീക്ഷിച്ചിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് പിന്നെ BJP പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും അത് ഈ വളരെ വീക്കായിട്ടുള്ള ഘടകകക്ഷികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ചെറിയ ആൾക്കാരെ മത്സരിപ്പിക്കുക, ഇതിൻ്റെ ഒരു ആനുകൂല്യം ഇപ്പുറത്തും കാണണ്ടേ? നിഷാദ്, അതിനകത്ത് നമുക്ക് അത് കാണാൻ കഴിയാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട ഒരു കാഴ്ച വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. അതായത് ഏറ്റവും കൂടുതൽ CPM-ന് എല്ലാ കാലത്തും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ചില വോട്ടുകളുണ്ട്. കേരളത്തിലെ ഈഴവ സമുദായം മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 28% വരുന്ന ഈഴവ സമുദായത്തിന്റെ വോട്ടുകളാണ് LDF-ന്റെ സംസ്ഥാനത്തെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ, അല്ലെങ്കിൽ അതിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാം നമ്മൾ കണ്ട കാഴ്ച, ഈ LDF-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് BJP അവരുടെ വലിയൊരു ഇറോഷൻ സൃഷ്ടിക്കുന്നുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രകടമായ 2-3 മണ്ഡലങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഒന്ന് ആറ്റിങ്ങലാണ്, രണ്ടാമത്തത് ആലപ്പുഴയാണ്, അങ്ങനെ അതുപോലെ തന്നെ തൃശ്ശൂർ പോലും അത് സംഭവിച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ തവണ BJP, ഇപ്പോ ഷാബു പ്രസാദ് പറയുന്ന പോലെ BJP അവരുടെ ഒരു സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അതിൽ ആർക്കായിരിക്കും കൂടുതൽ നഷ്ടം സംഭവിക്കുക, ആരുടെ വോട്ട് ബാങ്കിലേക്കാണ് BJP ഇൻറോഡ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇറോഷൻ കൂടുതൽ ഏത് വോട്ട് ബാങ്കിലാണ് ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുക, കാരണം UDF-ന് ഈ പറയുന്ന ഹിന്ദു വോട്ട് ബാങ്കിന്റെ ഷെയർ കുറവാണ് എന്നുള്ളത് കൂടി അംഗീകരിക്കുമ്പോൾ BJP വലിയ വളർച്ച ഉണ്ടാക്കിയാൽ ആ വോട്ടിലുണ്ടാകുന്ന ചോർച്ച സ്വാഭാവികമായിട്ട് കൂടുതൽ ബാധിക്കുക LDF-നെ ആയിരിക്കും എന്നതൊരു വസ്തുതയല്ലേ. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മറുവശത്ത് മുസ്ലിം കൺസോളിഡേഷൻ സമ്പൂർണ്ണമല്ലെങ്കിൽ പോലും ഏകദേശം ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ കൂടെ ക്രിസ്ത്യൻ കൺസോളിഡേഷന് കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ UDF-ൽ നിന്നുള്ള ചോർച്ച കുറയുകയും, അല്ലെങ്കിൽ കാര്യമായ അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് സേഫ് ആയിട്ടിരിക്കുകയും LDF-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ കാര്യമായ ഒരു ഇറോഷൻ ഉണ്ടാവുകയും ചെയ്താൽ നാച്ചുറലി അതൊരു താങ്കൾ പറയുന്നത് ജോർജ് പടിമാർ താങ്കൾ പറഞ്ഞപ്പോൾ LDF ആ പ്രശ്നം നേരത്തെ കണ്ടിരുന്നല്ലോ. ഇപ്പൊ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയോട് നിശബ്ദമാകുന്നതെന്ന് ചോദിച്ചാൽ
അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആലത്തൂരും ആറ്റിങ്ങലും ആലപ്പുഴയും എല്ലാം നല്ല ഓർമ്മയുണ്ട്. അവിടെയെല്ലാം കോർ വോട്ട് ബാങ്കിൽ നിന്ന്, സമുദായത്തിൽ നിന്ന്, ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ടിറങ്ങി പോകുന്നു. എന്നിട്ട് ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ശോഭാ സുരേന്ദ്രന് ചെയ്യാൻ തക്കവണ്ണം ആളുകൾ BJP അനുഭാവികളായി മാറുന്നു എന്ന പ്രശ്നത്തെ തടയിടാനാണല്ലോ ഇത്രയും മെനക്കെട്ടത് പാർട്ടി. ഈ ആക്ഷേപം മുഴുവൻ കേട്ടിട്ടും വെള്ളാപ്പള്ളിയുടെ തോളിൽ കൈയിടാൻ തീരുമാനിക്കുന്നത് അതിനാണല്ലോ. അപ്പോൾ പഴുതടയ്ക്കാനുള്ള പണി വിജയിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അത് പൂർണ്ണമായിട്ട് വിജയിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ വിജയിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണോ അത്? പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കള്ള പോലെയുള്ള വിഷയങ്ങൾ ആ ശ്രമത്തിന് ശേഷം CPM-നെ വല്ലാതെ, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സമുദായത്തിന്റെ വോട്ടുകളിൽ ഇനിയിപ്പോ വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ പോലും ആ വോട്ടുകൾ അപ്പാടെ LDF-ൽ തടുത്തു നിർത്താൻ കഴിയുമോ? മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ പോലും അപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരുത്തുകൊണ്ട് മാത്രം ഈ ഇറോഷനെ തടുക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം സാഹചര്യങ്ങൾ പലതും അവർക്ക് എതിരാണ്. കാരണം അങ്ങനെ സ്വന്തം വോട്ട് ബാങ്കിനെ സംരക്ഷിച്ച് നിർത്താവുന്ന വെള്ളാപ്പള്ളി എന്ന വ്യക്തി മാത്രമല്ല, UDF-നെ പ്രത്യേകമായി UDF ഒരു മുസ്ലിം ടാഗുള്ള മുന്നണി, മുസ്ലിം കക്ഷികൾ, മുസ്ലിം ലീഗ് വർഗീയമായിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ള അൺടച്ചബിലിറ്റി അവർ ഇല്ലാതാക്കിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി ഭയങ്കരമായ അറ്റാക്കൊക്കെ നടത്തിയല്ലോ. അങ്ങനെ ഒരു ലാർജർ പ്ലാനായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് പൂർണ്ണ തോതിൽ അത് പ്രവർത്തിക്കാനുള്ള സാധ്യതയില്ലായ്മയെക്കുറിച്ച് കൂടിയാണ് ജോർജ് പൊടിപാറ പറയുന്നത്. അല്ല, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ BJP ബെറ്റർ പെർഫോമൻസ് നടത്താൻ പോകുന്ന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. അതിൽ BJP വോട്ട് വാരിയെടുക്കുന്നത് പ്രധാനമായും ലെഫ്റ്റ് സ്പേസിൽ നിന്നായിരിക്കുമെന്ന് കൂടി കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല പറഞ്ഞു. ഈ രണ്ട് മുന്നണികളിൽ നിന്നും BJPക്ക് വോട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാര്യം BJP മത്സരിക്കുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുമ്പോൾ ജയിക്കുക എന്ന ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റോടു കൂടിയാണ് BJP ഇവിടെ മത്സരിക്കുന്നത്. കാര്യം ഇവിടെ കേരളത്തിൽ ആര് ഭരിച്ചാലും ശരി, ആര് ജയിച്ചോളട്ടെ, നമുക്കത് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ BJPയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും പെട്ടിയിൽ വീഴണം, മാത്രമല്ല പരമാവധി വോട്ടുകൾ നേടുകയും വേണം എന്നുള്ളതാണ്. അപ്പം അത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ജയിച്ചു, ഒരു സീറ്റ് ജയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ ജയിച്ചു. അങ്ങനെ ജയിക്കുന്ന ഒരു പാർട്ടിയാണ്, ജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് എന്ന ഒരവസ്ഥയിലേക്ക് BJP മാറിയപ്പോൾ, നേരത്തെ അതല്ലായിരുന്നു. കാര്യം BJPയോട് താല്പര്യമുണ്ട്, പക്ഷേ എന്തിനാ ഞാൻ എൻ്റെ വോട്ട് കളയുന്നത്, ഒരു തോക്കുന്ന പാർട്ടിക്ക് ചെയ്യുന്നത് എന്ന ആ ഒരു പൊതുവികാരമുണ്ടായിരുന്നു. ആ വികാരം ഈ വലിയൊരളവോളം ഇത്തവണ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ട് എല്ലാ ഭാഗത്തു നിന്നും കൂടും. ഇപ്പോൾ പൊടിപാറ സാർ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവിടുത്തെ പ്രധാനപ്പെട്ട അദ്ദേഹം പറയാതെ പറഞ്ഞത് എതിരിഞ്ഞില്ലേ, ഹിന്ദു പാർട്ടി CPM-ഉം ന്യൂനപക്ഷ പാർട്ടി കോൺഗ്രസുമാണ്. ന്യൂനപക്ഷങ്ങളുടെ സപ്പോർട്ട് കാര്യമായിട്ട് കിട്ടുന്നത് അവർക്കുമാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഈ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരുപാട് ഹിന്ദു വിഭാഗത്തിൽ ഹിന്ദുക്കൾ ഒരുപാട് ധാരാളം ഉണ്ട് സാർ ഇവിടെ. ഈ കാഴ്ച അവരും കാണുന്നുണ്ട്. ഇല്ല, ഞാനത് സാർ ഒരു പകുതി ജോക്കായിട്ട് എടുത്താൽ മതി അതിനെ, അത്രേ ഉള്ളൂ. അത് കൂടുതൽ സാറിന് ഫീൽ ചെയ്യാൻ പറഞ്ഞതല്ല. അപ്പം അല്ലല്ല, കുഴപ്പമില്ല സാർ, നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ നമ്മൾ, അതല്ല, ഇത്രയേ ഉള്ളൂ അത്. അപ്പം ഇവിടെ കോൺഗ്രസ് പച്ചയ്ക്ക് നടത്തുന്ന ആ വർഗീയ പ്രീണനം പച്ചയ്ക്ക് നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം മുസ്ലിം ലീഗ് ഇവിടെ നിൽക്കുന്നു. ഞാൻ പറയും, ഈ തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിസ്ഡം, പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് കാണിച്ചിട്ടുള്ള ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. അത്ര സേഫായിട്ടാണ് അവരവരുടെ സീറ്റുകൾ സെറ്റ് ചെയ്തതും അതിൻ്റെ അകത്ത് മത്സരിച്ചതുമല്ല. എത്ര ധൈര്യമായിട്ടാണ് നമ്മുടെ KM ഷാജി പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രശ്നം മതം തന്നെയാണ്, ഒരു സംശയമില്ല, മതം ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 10 വർഷങ്ങൾ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ആർജവത്തോടു കൂടി, സത്യസന്ധതയോടുകൂടി പറഞ്ഞാണത്. അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ സത്യസന്ധത വേറെ ആരും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ചങ്ങാത്ത ഇത്ര നാൾ, ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ താങ്കൾ പറഞ്ഞ പോയിന്റൊക്കെ ഈ റൈറ്റ് വിങ് പോയിന്റുകളാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഗതി കഴിഞ്ഞ ഒരു 2-3 തെരഞ്ഞെടുപ്പുകളായി കണ്ടിന്യൂസ് ആയി പറയല്ലേ. ഇപ്പം നിലമ്പൂരിൽ നന്നായി പറഞ്ഞല്ലോ,
ലോക്കൽ ബോഡിയിൽ നന്നായി പറഞ്ഞല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പറഞ്ഞല്ലോ, വർക്കായില്ലല്ലോ. അതിനെല്ലാം ശേഷവും ജനം UDF-നും കോൺഗ്രസിനും വോട്ട് ചെയ്തതിന് ശേഷവും ഇതിവിടെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അവസാന സമയത്ത് CPM തന്നെ ഒന്ന് ഡൗൺ പ്ലേ ചെയ്തു അത്. കാരണം അത് അങ്ങനെയല്ല, അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുന്നു തോന്നുകയാണ്. ഞാൻ പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നൊക്കെയുള്ള സംഗതി സമീപകാലത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വർക്കായതായി കണ്ടില്ല കേട്ടോ. അതുകൂടി ഞാൻ ആഡ് ചെയ്യാം. അല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു, ഇപ്പോൾ ഈ KM ഷാജിയെ പോലുള്ളവരുടെ പ്രസ്താവന ശരിക്കും പൊതുജനം നമ്മുടെ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണ് നിഷാദെ. അത് വലിയ ചർച്ചാ വിഷയമാണിത്. ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും അധികം ശക്തമായി ഉന്നയിച്ച ഒരു വിഷയം അതായിരുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പുഷ് ചെയ്തതുമായൊരു വിഷയം അതായിരുന്നു. അപ്പോൾ അതൊരു പൊതുവികാരമായിട്ട് പടർന്നാൽ, അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ഈ UDF-ന് ലഭിക്കാമായിരുന്ന ധാരാളം വോട്ടുകൾ അത് BJP-ക്ക് മാത്രമായിട്ടായിരിക്കില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ഈ അപ്പീസ്മെന്റിനോടുള്ള വിയോജിപ്പുമായി നിൽക്കുന്ന മനുഷ്യർ അവർ നോക്കുമ്പോൾ അപ്പുറത്ത് CPM-ന് വോട്ട് ചെയ്യാനും പറ്റുന്നില്ല. CPM ആവട്ടെ ഏറ്റവും അവസാനം SDP ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി. സോ അതിന്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്ന പാർട്ടിയായിട്ട് BJP വമ്പൻ പവറാവാൻ പോവാണെന്നാണ് മീൻസ് ഞാൻ പറയില്ല. കാര്യം അങ്ങനെ UDF-ൽ നിന്ന് പോകുന്ന വോട്ടുകൾ പൂർണ്ണമായും BJP-യിലേക്ക് വരും എന്ന് പറയാനും മാത്രമുള്ള ആത്മവിശ്വാസമൊന്നും എനിക്കില്ല. അവിടെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ UDF കോൺഗ്രസിനെക്കാട്ടിൽ ഭേദമാണ് മറ്റവർ എന്ന ഒരു ഫീലിങ്ങോടുകൂടി ധാരാളം വോട്ടുകൾ ചിലപ്പോൾ അങ്ങോട്ട് പോയി എന്ന്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇതിനകത്തൊരു നമ്മൾ നേരത്തെ സംസാരിച്ചു വന്ന ഈ അതായത് കോൺഗ്രസിൻ്റെ ഈ മുസ്ലിം ഓർ എന്താണ് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, KM ഷാജിയുടെ പ്രസംഗം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നേരത്തെ ഷാബു പ്രസാദ് പറഞ്ഞല്ലോ. അത് CPM നന്നായി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അതൃപ്തി വോട്ടുകളുടെ ഒരു ഒഴുക്ക് അതൊരു പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കും. അത് ഭരണ തുടർച്ചയ്ക്ക് പോലും കാരണമാകും വിധമുള്ളൊരു ഫാക്ടറാകുമെന്ന് നിങ്ങളതിനെയും കാണുന്നുള്ളൂ. അതാണ് നിങ്ങൾ ഈ ഡീൽ ആരോപണം ഒരു 5-6 ദിവസം കത്തിച്ച് നിർത്തിയത്. ബാക്കിയൊക്കെ ഓക്കെ, ഭരണവിരുദ്ധ വികാരം, പിണറായി വിജയനോടുള്ള വിയോജിപ്പ്, ഭരണമാറ്റം എന്ന സ്വാഭാവിക ആഗ്രഹം, ജനങ്ങളുടെ സ്വാഭാവിക മടുപ്പ്, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളൊരു ഘടകമായിട്ട് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ ഈ ഒഴുക്ക്? അത് തടയാൻ പറ്റുന്നതല്ലല്ലോ. ഒന്ന് നിഷാദെ, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൈ കൊടുത്ത കാര്യങ്ങളിലൊക്കെ കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങൾ ആരോടൊക്കെ പിന്തുണ വാങ്ങിയാലും ആരോടൊക്കെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞതും വളരെ കൃത്യമായ ധാരണയോടുകൂടിയാണ്. ഇപ്പോൾ നമുക്ക് CPM-ന്റെ കാര്യമെടുക്കാം. CPM ഏറ്റവും ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചത് അബ്ദുൽ നാസർ മദനിയുടെ അല്ലെങ്കിൽ പൂന്തറ സിറാജിന്റെ PDP ആണ്. ഇന്നേ ദിവസം വരെ CPM വിഷയത്തിൽ വേണമോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെതിരെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി ബന്ധമായിരുന്നു. വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ പറയുന്നു ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ പോകുന്നത് CPM-നാണ്. വേണമെന്നോ വേണ്ടയോ എന്ന് പറഞ്ഞോ അവർ പറയണ്ടേ? ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ടില്ല. SDP വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങളുടെ പിന്തുണ LDF-നാണ് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾക്കറിയാം അവസാനത്തെ ഫസൽ വധക്കേസ് പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട്, അന്ന് ഫസൽ വധക്കേസ് ഇല്ല, അന്ന് SDPI-കാരൻ അല്ല എന്ന് CPM രാജിവെച്ച് പോപ്പുലർ ഫ്രണ്ടിൽ ചേർന്ന ഫസലിനെ CPM പ്രവർത്തകർ കൊന്നത് ഒരു പ്രശ്നമേ അല്ല എന്ന തരത്തിലേക്ക് വൈകാരികമായി മാത്രം പ്രതികരിക്കുന്ന SDP പറഞ്ഞു. അപ്പോഴും CPM-ന് വ്യക്തമായിട്ടൊരു നിലപാട് വെക്കാൻ മുന്നോട്ടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ നിലപാടില്ലായ്മയാണ് കേരളത്തിലെ വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചാൽ കോൺഗ്രസിനോട് ചോദിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്ലാരിറ്റി ഇല്ലാതെ സംസാരിച്ചോ? അദ്ദേഹം പൊതുവേദികൾ പറഞ്ഞു വർഗീയതയോട് സന്ധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല, 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ശരി ഞങ്ങൾക്ക് വർഗീയതയോട് സന്ധിയില്ല എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ 2 കൈയും നീട്ടി കൈയടിച്ച് സ്വീകരിച്ചു കേരളം. നമ്മൾ കാണേണ്ടത് എല്ലാ തെരഞ്ഞെടുപ്പിലും ചില താരോദയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പിണറായി വിജയന്റെ നമുക്ക് എത്രയോ നെഗറ്റീവായിരുന്നു പിണറായി വിജയന്റെ കാര്യം. പക്ഷേ എല്ലാം ശരിയാവും എന്ന മുദ്രാവാക്യമായി പിണറായി വിജയൻ വന്നപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്വീകാര്യതയിലേക്ക് പിണറായി വിജയൻ എത്തിയെന്നുള്ളത് കേരളത്തിലെ യാഥാർത്ഥ്യമാണ്. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കറിയാം കോവിഡ് കാര്യങ്ങളുമൊക്കെ വന്ന സമയത്ത് ഒരു കൃത്യമായ രാഷ്ട്രീയ യുദ്ധം അല്ലാതെ പോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കടന്നു വന്നത് മുതൽ ഒരു സംശയവുമില്ല, തെരഞ്ഞെടുപ്പുകളുടെ ഒരു മാസ്റ്റർ എന്ന നിലയ്ക്ക്, തെരഞ്ഞെടുപ്പുകളുടെ ഒരു മാനേജർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഉയർന്നു. അദ്ദേഹത്തിന്റെ പുതുയുഗ യാത്ര ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തേണ്ടി വെക്കേണ്ട ഒരു യാത്രയായി മാറി. കാരണം എന്താണ്, കേരളത്തിന്റെ പുതിയ യുഗത്തെ പറ്റിയുള്ള ചിന്തകൾ ഒരു പുതിയ ജൻസിയോടാണ് സംവദിച്ചു പോയത്. നമ്മൾക്ക് പുതിയ വരുമാനം വേണ്ടേ, പുതിയ കാലത്തേക്ക് പോകണ്ടേ എന്ന് പറയുമ്പോൾ ഒരു തലമുറ അദ്ദേഹത്തോടൊപ്പം സമാനമായ സമയത്താണ് LDFന്റെ 2 ജാഥകൾ കടന്നുപോയത്. കേരളം ഒരു പ്രതികരണവുമില്ലാതെ കടത്തിവിട്ട യാത്രയായി പോയി 2 ജാഥകൾ, നിങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത. എന്നാൽ പുതിയ യാത്ര സാധാരണ രീതിയിൽ മലബാർ കഴിഞ്ഞാൽ യാത്രയ്ക്ക് രാഷ്ട്രീയമായ ഒരു വലിയ പിന്തുണ ഉണ്ടാവാറില്ല. എന്നാൽ പുതിയ യാത്ര തിരുവനന്തപുരം വരെ എല്ലായിടത്തും വളരെ ജൈവികമായ പിന്തുണ ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഒരു കാര്യം, നമ്മുടെ വാഹനങ്ങളുടെ ഒരു ആൾട്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രതികരണം നടത്തി. നിയമപ്രകാരമായ അപകടമില്ലാത്ത രീതിയിൽ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഒരു ജനറേഷൻ 10, 58, 60 ലക്ഷം ആളുകളാണ് ഒരു ദിവസം കൊണ്ട് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തലമുറയിലേക്ക് കാലെടുത്ത് വെക്കാൻ UDFനും അതിന്റെ നേതൃത്വത്തിനും കഴിഞ്ഞു. മറുഭാഗത്തോ കേരളത്തിലെ ഏത് തെരുവിൽ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് കാണാം മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ മാത്രം ഒരു ചിത്രം കാണുന്നു. നമ്മൾക്കൊക്കെ അറിയാം, സ്വയം പൊങ്ങുന്ന, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അഹങ്കാരത്തിൽ പറയുന്ന ഒരു ജനറേഷനോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതൃത്വത്തിനോട് ആളുകൾക്ക്, ഒരു പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. യഥാർത്ഥത്തിൽ LDFന്റെ ഇത്തവണത്തെ പ്രചരണം പോലും തിരിച്ചടിച്ചു എന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രം മാത്രം വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു സാധാരണ ഈ ഫിലോസഫിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയ ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു പൊളിറ്റിക്സ് ആയി പോയി. അതിനൊരു കൃത്യമായ ന്യായീകരണം കൊടുക്കാൻ പോലും സാധിച്ചില്ല. പിന്നെ എന്താണ്, നിരന്തരമായിക്കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകനായ ആൾ ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ട് നിരന്തരം വീഡിയോ ഇടുന്നു. വിശ്വാസ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഇതുവരെ രംഗത്തില്ലാതെ പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനങ്ങളെ മാറ്റി നിർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടോ? നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് RSSനെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് ബാക്ക് ഫുട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ പത്രസമ്മേളനം പോലും ഇല്ലാത്ത, യഥാർത്ഥത്തിൽ നയിക്കാൻ ഒരു ടീം ഓഫ് ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥ LDFന് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടെയാണ് UDFന്റേത് ഒരു ടീം ഓഫ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് UDF പോയി. വലിയ തോതിൽ UDFലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയ വിഷയങ്ങൾ വന്ന സമയത്ത് കേരളത്തിലെ മീഡിയാസ് മുഴുവൻ അതിനെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ ഒരു ദിവസം കൊണ്ട് അതിനെ പരിഹരിക്കുന്ന ഒരു മെഷീനറി പാർട്ടിക്കകത്തുണ്ടായി. ഞങ്ങളുടെ നേതാക്കൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് വോട്ട് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ നിലപാടിനും കിട്ടിയ വോട്ട് കൂടിയുണ്ട്. ശരി. അല്ല ജയചന്ദ്രൻ, ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലേക്കൊന്ന് പോകണേ. അപ്പോൾ അവിടെ ആൾക്കാർ വലിയ തോതിൽ ലെഫ്റ്റിന് വേണ്ടി എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ തന്നെ ചില സ്വയംകൃതാനർത്ഥങ്ങൾ അതിനകത്തുണ്ട് എന്ന മട്ടിൽ കമൻറ്റ് ചെയ്യുന്നവരെ കണ്ടു. കേവലമായ കമൻറ്റുകളല്ല, ദീർഘമായി എഴുതുന്നവർ, സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയത്തെ സമീപിക്കുന്നവരൊക്കെ കാണുകയാണ്. അതിൽ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ ഓവറായിട്ട് പുഷ് ചെയ്തത് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു പ്രായത്തിൻ്റെ ഇത് കഴിഞ്ഞ മനുഷ്യനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ സമീപനത്തോട് പ്രശ്നമുള്ള ഒരു പുതിയ തലമുറയുണ്ട്. സോ നമുക്കതിനകത്ത് സ്ട്രാറ്റജി മാറ്റിപ്പിടിക്കാമായിരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ, ഉയർത്താൻ കഴിയുമായിരുന്ന മുദ്രാവാക്യങ്ങൾ, ഇങ്ങനെ തോറ്റുപോകാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിവയാണ് എന്ന മട്ടിലൊക്കെ എഴുതുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. സോ എന്താണ്, കുറേ റിസ്ക് എലമെൻറ്റ് സത്യത്തിൽ CPMഉം ലെഫ്റ്റും കാണുന്നുണ്ടോ? അതായത് ഒരു കാര്യം ഇതാണ്, എല്ലായിടത്തും പിണറായി വിജയൻ്റെ പടം എന്ന് വെച്ചപ്പോൾ ഒറ്റ ചോദ്യം, ഒറ്റ ചിത്രം പിണറായി വിജയൻ മാത്രമായി മാറുകയാണ്. അപ്പോൾ ഒരൊറ്റ ഇതേ ഉള്ളൂ, ഒന്നിൽ പിണറായി വിജയൻ വേണോ അതോ വേണ്ടോ എന്നതിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നവരുണ്ട്. സോ അതിന് അതേ ആഴത്തിലുള്ള റിസ്ക് എലമെന്റും ഉണ്ടോ? അല്ല, നമ്മളിത് ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ കഴിയൂ. പിന്നെ മുന്നണി നിലയിൽ തന്നെയാണ് CPIMഉം ബാക്കി ആ ഭാഗത്തുള്ള ഇടത് കക്ഷികളെല്ലാം കൂടെ ചേർന്ന് LDF എന്ന മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. മുന്നണിയായിട്ട് തന്നെയാണ് സീറ്റ് ഉപയോഗം നടത്തിയത്. അത് CPI ആണെങ്കിലും CPM ആണെങ്കിലും മറ്റു കക്ഷികൾ അങ്ങനെയാണല്ലോ. പിന്നെ ആരെ മുമ്പോട്ട് നിർത്തി വേണം നയിക്കാൻ, ഇതൊക്കെ തീരുമാനിക്കുന്ന മുന്നണി ഒന്നിച്ചാണല്ലോ. അതിനെ അങ്ങനെയല്ലേ കാണേണ്ടത്. അതല്ലാതെ പിണറായി വിജയനെ ഒറ്റ തിരിച്ചെടുത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പിന്നെ ഒരു ചെറിയ സംഭവം ഉണ്ടാക്കി കളയാൻ എന്നുള്ള ധാരണയ്ക്കൊക്കെ ഈ 4-ാം തീയതി വരെ ആയുസുണ്ട്, അടുത്ത മാസം 4-ാം തീയതി വരെ. പിന്നെ ഇപ്പോ നിജേഷ് പറഞ്ഞ ചില കാര്യങ്ങളിൽ പിന്നെ ഇന്ന് KM ഷാജി എന്താണ് പറഞ്ഞത്? പരസ്യമായി ചാനലുകളിൽ വന്നല്ലോ, വേങ്ങരയിൽ SDPI വോട്ട് തനിക്കാണ് കിട്ടിയത് എന്ന് പറയുകയാണ് KM ഷാജി പരസ്യമായി.
ചിരിക്കണ്ട, അത് കെ എം ഷാജി പറഞ്ഞതാണെന്നേ. എന്റെ പേര് കെ എം ഷാജി എന്നല്ല, എന്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്കതിനെ സംബന്ധിച്ച് ഒന്നും ഇന്റർപ്രറ്റ് ചെയ്യാനില്ല, താല്പര്യപ്പെടുന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റൊന്ന്, രാജീവിന്റെ കേസ് പറഞ്ഞു. രാജീവിനെതിരെ ഏതെങ്കിലും മതസംഘടനകളുടെ നിലപാട് അവിടെ ഉണ്ടോ? വാസ്തവത്തിൽ അവിടുത്തെ UDF പ്രശ്നം, UDF ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ പിന്നെ ഗഫൂർ, അവിടെ ലീഗിൽ 2 പ്രസ്ഥാനങ്ങളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഒന്ന് ഇബ്രാഹിം കുഞ്ഞിന്റെ വിഭാഗം, മറ്റൊന്ന് ടി അഹമ്മദ് കബീറിന്റെ വിഭാഗം. അങ്ങനെയാണ് എറണാകുളത്ത് നിൽക്കുന്നത് എന്നുള്ള ആർക്കും അറിയാത്തത്. പ്രചാരണവും രാജീവിനെതിരെ ഭയങ്കര സംഘടിതമായ ഓപ്പോസിഷൻ ഉണ്ടായി എന്നാണ്. എവിടെ ഉണ്ടായി എന്നാണ്? അങ്ങനെ സംഭവിച്ചിട്ടില്ല മണ്ഡലത്തിൽ. പക്ഷെ അതാണ് പ്രചാരണം. അതുപോലെ തന്നെയാണ് ഒല്ലൂരെയും ചടയമംഗലത്തെയും കാര്യങ്ങൾ വസ്തുതയായി ബന്ധപ്പെടുത്തിയല്ല. പിന്നെ ഈ ഏകീകരണം, വോട്ട് ഏകീകരണം, പറയാൻ സമയമില്ലാത്തതിന്റെ പ്രശ്നമൊക്കെ എനിക്കുള്ളൂ. ഈ മുസ്ലിം സമുദായത്തില് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി നിങ്ങളുടെ കൂടെയാണ്, UDFന്റെ കൂടെയാണ്. എത്ര % വോട്ടാണ് അവര് പിന്നെ ഹോൾഡ് ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ % ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ പിന്നെ ഈ AP സുന്നി വിഭാഗം അവർ പരസ്യമായിട്ടാണല്ലോ പിന്തുണ പ്രഖ്യാപിച്ചത് LDFന്, അല്ലേ? അവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെയല്ലേ? EK സുന്നികൾ കാസർഗോഡ് 100-ാം വർഷം ആഘോഷിച്ചല്ലോ അവസ്ഥയുടെ. അത് അവർ ഓപ്ഷനിലായിരുന്നു, മുഴുവൻ സമ്പൂർണ്ണ പിന്തുണയായിരുന്നില്ല, ഓപ്ഷനിലായിരുന്നു പിന്തുണ. അതുണ്ടായിരുന്നു, അതൊന്നും പറഞ്ഞില്ലേ? അവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലേ? അപ്പൊ മുസ്ലിം സമുദായത്തിന്റെ എന്തൊക്കെ പിന്തുണ കിട്ടിയോ? ഇല്ല. പക്ഷെ എന്താണ് പക്ഷെ കഴിഞ്ഞ ലോക്കൽ ബോഡിയിലെ മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥിതി എന്താണ്? അല്ല, ഞാൻ അതല്ല പറയുന്നത്, ഞാൻ ഈ ഇലക്ഷന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ ഇലക്ഷന്റെ കാര്യം പറയണമെങ്കിൽ താങ്കൾ പ്രത്യേകം സമയം കഴിഞ്ഞ ഇലക്ഷന്റെ കാര്യം വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഈ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് മുമ്പുള്ള ഇലക്ഷന്റെ കഥ എടുത്താലും അത് തന്നെയാണ് കഥ. അല്ല, അത് തന്നെയാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പിന്നെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിലെ തവനൂരിന്റെ ഉദാഹരണം എടുത്താണല്ലോ ഞാൻ പറഞ്ഞത്. മണ്ഡലവും വോട്ടും എടുത്താണല്ലോ പറഞ്ഞത്. അതുണ്ടെന്നേ പറയാൻ. അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് അങ്ങനെ പറയാൻ. ആലപ്പുഴ ഉണ്ട് പറയാൻ, തിരുവനന്തപുരം ഉണ്ട് പറയാൻ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് പറയാൻ, കാസർഗോഡ് ഉണ്ട് പറയാൻ. അതൊക്കെ ഉണ്ട് പറയാൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അത് ഉണ്ടെന്നേ. പക്ഷെ അതല്ല, ഇതിനകത്ത് ഈ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന വ്യാഖ്യാതാക്കളോടാണ് എന്റെ ചോദ്യം, അങ്ങോട്ടുള്ള ചോദ്യം. ഇത് ഈ സംഘടനകളൊക്കെ ആ സമുദായത്തിനുള്ളിൽ തന്നെ നിൽക്കുന്നതാണ്. അതുപോലെ പാലായിൽ എന്താണ് സ്ഥിതി? പാലായിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലമായിട്ടാണല്ലോ എണ്ണപ്പെടുന്നത്, അറിയപ്പെടുന്നത്. എന്താണ് സ്ഥിതി അവിടുത്തെ? ശരി, അല്ല ഞാനൊരു കാര്യമേ അങ്ങനെ കൺസൾട്ടേഷൻ അവകാശപ്പെടേണ്ടെന്നാണ് എനിക്ക്. അവസാനിക്കുന്നതിന് മുമ്പേ ജോർജ് പൊടിപാറ, ഇപ്പൊ പാലായിൽ താങ്കൾ പാർട്ടി കണക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. പാലായിൽ ജോസ് കെ മാണി ജയിക്കും എന്നാണ് പാർട്ടി കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ കൺസോൾട്ടേഷൻ സംഗതി പൂർണ്ണാർത്ഥത്തിൽ വർക്കായില്ലേ? പാലായില് ജോസ് കെ മാണി ജയിക്കില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം അതിനകത്ത് 2-3 കാരണങ്ങളുണ്ട്. അവിടെ അപ്രതീക്ഷിതമായിട്ട് പാലായുടെ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ മുമ്പില്ലാത്ത രീതിയിൽ ഒരു വലിയ ഫോഴ്സായിട്ട് ഷോൺ ജോർജ് കടന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. അവിടെ BJP അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷോൺ ജോർജ്, അദ്ദേഹത്തിന് പലതരത്തിലുള്ള സ്വാധീന മേഖലകളുണ്ട്. സഭയ്ക്കകത്ത് സ്വാധീനമുണ്ട്. ഇപ്പൊ പക്ഷെ സഭയായിട്ട് ഇടയുന്നു, ദീപിക പ്രസംഗത്തെ ചൊല്ലി വലിയ വിവാദം ഉണ്ടാക്കുന്നു. അതൊക്കെയാണെങ്കിലും അപ്രതീക്ഷിതമായ ഷോൺ ജോർജിന്റെ ഒരു മുന്നേറ്റം അവിടുത്തെ വോട്ടിംഗ് ഘടനയിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ആർക്ക് അനുകൂലമായ വോട്ടുകളാണ് കൂടുതൽ ഷോൺ ജോർജിന്റെ പെട്ടിയിൽ വീഴുക എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല നിഷാദെ. അത് ജോസ് കെ മാണിയാണോ സഹായിക്കുക, അതോ മാണി സി കാപ്പനെയാണോ സഹായിക്കുക? ഒരു പരിധി വരെ മറ്റൊരു കാരണം കൂടി ഞാൻ അവിടെ കാണുന്നുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പലതവണ ഇവ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. പാലക്കാർക്ക് കെ മാണി സാറിനോടുള്ള ഒരു വൈകാരികതയൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ ജോസ് കെ മാണിയുടെ പല നിലപാടുകളോടും അവർക്ക് യോജിപ്പില്ലായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപ്പന്റെ അതേ സ്റ്റേച്ചറിലേക്ക് മകൻ വരുന്നില്ല, അല്ലെങ്കിൽ അത് രണ്ടും 2 നിലപാടുകളാണ്, 2 അവസ്ഥകളാണ്, 2 വ്യക്തിത്വങ്ങളാണ് എന്നുള്ള രീതിയിലുള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഒരു പ്രായോഗിക യാഥാർത്ഥ്യം ഉണ്ടല്ലോ. ഒരാളെ പലവട്ടം ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയോട് ഒരു സഹതാപം ഉണ്ടാവുക ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വികാരമാണ്. അങ്ങനെ ഒരു സഹതാപ ആണ്ട് ദിവസമാണ് ഇലക്ഷൻ.
അനുകൂലമായിട്ട് ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു മണ്ഡലത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ നിഷാദെ ഇടതു മുന്നണി പ്രധാനമായിട്ട് പറഞ്ഞത് ഈ സർക്കാരിനെതിരെ വികാരമുണ്ട്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ മടുപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളോട്, അദ്ദേഹത്തിന്റെ സമീപനങ്ങളോട്, പ്രതികരണങ്ങളോടൊക്കെ വല്ലാത്ത വിയോജിപ്പും എതിർപ്പും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത്തവണ ഇടതു മുന്നണി ഏറ്റവും വലിയ ബെറ്റായിട്ട് എടുത്തത് അതേ വികാരം, സർക്കാരിനോടുള്ള വികാരം, അതുപോലെ മുഖ്യമന്ത്രിയോടുള്ള വികാരം അതേ അളവിലും തൂക്കത്തിലും വ്യാപ്തിയിലും മണ്ഡലം നന്നായി നോക്കുന്ന മന്ത്രിമാരോടോ അല്ലെങ്കിൽ MLA-മാരോടോ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബലത്തിൽ ആ ബലത്തിൽ തിരിച്ചു കയറി തുടരാൻ കഴിയുമോ LDF എന്ന ക്വസ്റ്റൻ അവിടെ ഉണ്ട്. ഇനിയും ദിവസങ്ങളുണ്ട്. ഇനിയും പുതിയ പുതിയ ഫാക്ടേഴ്സ് വരികയും അതിൽ ഡിസ്കസ് ചെയ്യാൻ വേണം. ഇന്ന് സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സി ജോർജ് പടിപ്പാറ, ജയചന്ദ്രൻ, ഷാബു പ്രസാദ്, നിജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.